ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ. ചോദ്യം നമ്പർ 481 ശ്രീ വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട ധനകാര്യം കയർ വകുപ്പ് മന്ത്രി. 2015-16 സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ച നികുതി വരുമാനത്തേക്കാൾ 19.39% നികുതി വർധനവാണ് 2016-17 സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിലെ ധനനികുതിയുടെ തരംതിരിച്ചുള്ള കണക്കുകൾ ചുവടെ ചേർക്കുന്നു. കാർഷികാദായ നികുതി, ഭൂനികുതി, മുദ്രപത്രവും രജിസ്ട്രേഷനും, കൃഷിഭൂമി ഒഴികെയുള്ള സ്ഥാവര വസ്തുക്കളുടെ നികുതികൾ, സംസ്ഥാന എക്സൈസ്, വിൽപ്പന നികുതി, വാഹന നികുതികൾ, ചരക്കുകളുടെ യാത്രക്കാരുടെ മേലുള്ള നികുതികൾ, വിദ്യുച്ഛക്തി മേഖല നികുതികളും തീരുവകളും, ക്രയവസ്തുക്കളെയും സേവനങ്ങളെയും സംബന്ധിക്കുന്ന നികുതികളും തീരുമാനങ്ങളും. ഈ ഇനങ്ങളെക്കുറിച്ചുള്ള 2015-16 പുതുക്കിയ എസ്റ്റിമേറ്റും 2016-17 ബഡ്ജറ്റ് എസ്റ്റിമേറ്റും സർ ഉത്തരത്തിൽ നൽകിയിട്ടുണ്ട്. ബി. സംസ്ഥാനത്ത് നികുതി പിരിവ് ഊർജിതമാക്കുന്നതിനായി വിവിധ വകുപ്പുകളിൽ സ്വീകരിച്ചിട്ടുള്ളതും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ കർമ്മപദ്ധതികൾ ചുവടെ ചേർക്കുന്നു. വാണിജ്യ നികുതി വകുപ്പ്: 1. കാര്യക്ഷമത ഉയർത്തുന്നതിനായി കൂടുതൽ ശേഷിയുള്ള സർവർ സ്ഥാപിക്കുകയും സിസ്റ്റം സ്ക്രൂട്ടിനി സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. 2. ഉപഭോക്താക്കൾ ബില്ല് ചോദിച്ചു വാങ്ങുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ കമ്പ്യൂട്ടർ ബില്ലിങ്ങിനുള്ള വ്യാപാരികൾ അവരുടെ ബില്ലുകൾ തത്സമയം അപ്ലോഡ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനായി നിയമനം നടത്താനും ഉദ്ദേശിക്കുന്നു. 3. കൂടുതൽ വ്യാപാരികളെ നികുതി വലയത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 4. ചെക്ക് പോസ്റ്റുകൾ ആധുനിക ഡേറ്റ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെൻ്ററുകളാക്കി മാറ്റും. 5. അപ്പീൽ കേസുകളും കോടതി കേസുകളും എത്രയും വേഗം തീർപ്പാക്കുന്ന നടപടി സ്വീകരിക്കും. 6. റിട്ടേൺ സ്ക്രൂട്ടിനി, കുടിശ്ശിക അസസ്മെൻറ്റ് എന്നിവ കാര്യക്ഷമമാക്കും. 7. റവന്യൂ റിക്കവറി നടപടികൾ ത്വരിതപ്പെടുത്തും. 8. നികുതി ചോർച്ച തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കും. രജിസ്ട്രേഷൻ വകുപ്പ് നികുതി പിരിവ് ഊർജിതപ്പെടുത്തുന്നതിനായി 1986 മുതൽ 2010 വരെയുള്ള അണ്ടർ വാല്യൂഷൻ കേസുകൾ ഒറ്റത്തവണ തീർപ്പാക്കാൻ നടത്തുവാൻ നിശ്ചയിച്ചു. 2016 ഫിനാൻസ് ബില്ലിലൂടെ വിലയാധാരങ്ങളുടെ മുദ്രനിരക്ക് 6% എന്നുള്ള 8% വർദ്ധിപ്പിച്ചു. അതോടൊപ്പം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രം, ഒഴിമുറി, ദാനം, ധനനിശ്ചയം എന്നീ ആധാരങ്ങളുടെ മുദ്രപത്ര നിരക്ക് 1% നിന്ന് 3% വർദ്ധിപ്പിക്കുന്നതിനും 1000 രൂപ എന്നുള്ള പരിധി ഒഴിവാക്കുകയും ചെയ്തു. ലാൻഡ് റവന്യൂ വകുപ്പിൽ കെട്ടിട നികുതി, ആഡംബര നികുതി കൂടുതലുണ്ടെങ്കിൽ മേശപ്പുറത്ത് വെച്ചാലും മതി. യെസ്, ഇത്രയും വെക്കുന്നു, കുറച്ച് കൂടുതലുണ്ട്. യെസ്, ശ്രീ വി.ഡി. സതീശൻ. സർ, ഈ വരുന്ന സാമ്പത്തിക വർഷം ബജറ്റ് എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 19.39% നികുതി വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, ഇത്രയും മാത്രം ഒരു 20% നികുതി വർധനവിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അത് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ അത് എത്രമാത്രം പ്രതിഫലിച്ചു എന്ന് അങ്ങ് വ്യക്തമാക്കാം. കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പക്ഷേ 3-4 മാസം കൊണ്ട് തിരുത്താൻ പറ്റാത്ത വിധത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് നികുതി ഭരണ സംവിധാനം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആദ്യത്തെ ക്വാർട്ടറിലെ നികുതി വരുമാന വർധനവിൽ പ്രതിഫലിക്കുന്നില്ല. 19.3% പാതി വേഗതയിൽ മാത്രമേ നികുതി വരുമാനം വർദ്ധിക്കുന്നുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയതിൻ്റെ പകുതി പോലുമുള്ള ഒരു വർധനവ് ഈ ആദ്യത്തെ ക്വാർട്ടറിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരത്തിൽ വ്യക്തമാക്കുന്നത്. സർ, നമുക്ക് അറിയാം, നമ്മുടെ നികുതി പിരിവിൻ്റെ ഒരു പ്രത്യേകമായ ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അടുത്ത വർഷത്തോടുകൂടി GST വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സർ, GSTയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചകളുടെ ഒന്നും വിവരങ്ങൾ സംസ്ഥാനത്ത് ആർക്കും അറിയില്ല, ഈ നിയമസഭയ്ക്ക് പോലും അറിയില്ല. സർ, ഈ നികുതി പിരിവുമായി GSTയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നികുതി പിരിവിനുള്ളൊരു പ്രത്യേകമായ സീലിംഗ് ഏർപ്പെടുത്തുമല്ലോ GSTയിൽ. ഈ സീലിങ്ങിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ എത്രയാണ് സീലിംഗ് ആകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ. അങ്ങനെ ഒരു നിശ്ചിത ശതമാനം സീലിംഗ് വേണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ആവശ്യമായ ചർച്ചകൾ, ഒരു പൊതു സമന്വയം
ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ. ഈ കാര്യത്തിൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു സീലിംഗ്, ഇത്ര ശതമാനത്തിൽ കൂടുതൽ GSTയുടെ പേരിൽ നികുതി പിരിക്കാൻ പാടില്ല എന്നുള്ളൊരു സീലിംഗ് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു പൊതു സമന്വയം ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ, ഈ നിയമസഭയുടെ ഒരു പൊതുവായ സമന്വയവും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പൊതുവായ സമന്വയവും ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിക്കും? സർ, ഈ നികുതി നിരക്ക് ഘടന സംബന്ധിച്ചുള്ള നിലപാടുകൾ വ്യക്തമായി വരുന്നേ ഉള്ളൂ. ഇതുവരെയും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന റവന്യൂ ന്യൂട്രൽ റേറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി ഒരു നിരക്ക് ഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിൽ കേരള സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ആഡംബര കാറുകൾക്ക് 48% എക്സൈസും വാറ്റും കൂടി ചേർത്താൽ വരും, ബാക്കിയുള്ള നികുതികൾ പുറമേ. ഇതുപോലെ ഒരു 30-40% ഇടയ്ക്ക് നികുതി ഭാരമാണ് ഇവിടുത്തെ കൺസ്യൂമർ ഡ്യൂറബിൾസിന് മുഴുവൻ വരുന്നത്. അത് 20% ഇപ്പോൾ 26% ചുരുക്കുന്നുള്ള നിർദ്ദേശമുണ്ട്. അതിനോട് കേരള സർക്കാർ യോജിക്കുന്നില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങൾ ഈ ഉപഭോക്തൃ വസ്തുക്കളുടെ നികുതി 26 ചുരുക്കിയാൽ ആവശ്യ വസ്തുക്കളുടെ മേലെ നികുതി കൂട്ടേണ്ടി വരും. 5 ഉള്ളതെല്ലാം 6 നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനോട് കേരള സർക്കാർ യോജിക്കുന്നില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, അങ്ങയുടെ വിഭാവന അതിനുള്ള ചർച്ചകൾ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്നതാണ്. അതിന് മുൻകൈ എടുക്കുകയും ചെയ്യാം. സർ, അങ്ങയുടെ വിഭാവന ചെയ്യുന്നത് 19.39% നികുതി വർധനമാണ്. അതിനകത്ത് അങ്ങിവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ളതിൽ ഒരു പ്രമുഖമായ ഒരു പ്രൊവിഷനാണ്. സർ, ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്നതിന് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിൻ്റെ അകത്ത് അതും കൂടി ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. സർ, 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഈ ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താനുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ ഉള്ളത്. സർ, നമ്മളുടെ KSRTC ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ ഇവിടെ ചർച്ച വന്നപ്പോൾ നമ്മളത് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല, KSRTC അതിനേക്കാൾ വ്യത്യസ്തമായ നിലപാടെടുക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാർ, ഈ ഗ്രീൻ ടാക്സ് കൂടി വന്നാൽ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിൽ പോകുന്ന വാഹനങ്ങൾ മാത്രമല്ല 10 വർഷത്തിനേക്കാൾ പഴക്കമുള്ള ഒരു 1000-2000 ബസ്സുകൾ ആ സിസ്റ്റത്തിലെ ഫ്ലീറ്റിൽ ഉണ്ടാകും. ഇങ്ങനെ വന്നാൽ ഈ പുതിയ ടാക്സ് സിസ്റ്റം കൂടി വരുമ്പോഴേക്ക് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം അടച്ചു പൂട്ടുന്നതിന് തുല്യമായി വരില്ലേ? ഗവൺമെൻറ് അതിന് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അടച്ചുപൂട്ടുന്ന സ്ഥിതിയൊന്നും വരത്തില്ല. കാരണം അത്രയ്ക്ക് ചെറുതാണ്. യഥാർത്ഥത്തിൽ വരുമാന വർധനവിന് വേണ്ടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ച നടപടിയിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇവിടെ വെക്കേണ്ടതുണ്ടോ? കാരണം 1 കോടി എന്തോ ചില്ലറ രൂപ മാത്രമേ അതിന് വരുന്നുള്ളൂ. പക്ഷേ പൊതുഗതാഗത മാർഗത്തിലുള്ള ഇങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ തുടങ്ങിയവയെ ഇന്ന് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് നാളെ നമുക്ക് തീരുമാനിക്കാം. ശ്രീ KS ശബരിനാഥൻ. സർ, ബഡ്ജറ്റ് പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞത് എല്ലാ വർഷവും 25% വർഷാവർഷം നികുതിയുടെ പിരിവ് കൂട്ടുമെന്നുള്ളതാണ്. അതിനോടൊപ്പം ഇന്നത്തെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളതും 19.39% കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷം ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ടും അങ്ങ് പറഞ്ഞത് ഈ 5 മാസം കൊണ്ട് അതിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. സർ, അതിനോടൊപ്പം കഴിഞ്ഞ ആഴ്ച GST കൗൺസിലിലെ മീറ്റിംഗിൽ നടന്നപ്പോൾ ഈ നഷ്ടപരിഹാരത്തിൻ്റെ തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിന് ഒരുപക്ഷെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങൾ വരുന്നു എന്നുള്ളതാണ് പത്രത്തിലും അതിനോടൊപ്പം അങ്ങ് ചാനലിലൊക്കെ പറഞ്ഞത്. സർ, ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അടുത്ത 5 വർഷത്തേക്ക് ബഡ്ജറ്റിൽ നിന്ന് ഒത്തിരി പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായിട്ട് അങ്ങ് പറയുന്നത് ഈ നികുതി വരുമാനം, നികുതി പിരിവ് വർദ്ധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ രണ്ടും ക്ലബ് ചെയ്ത് വരികയാണെങ്കിൽ വിചാരിച്ച രീതിയിൽ അതിനുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അധിക ധനസമാഹരണത്തിന് മറ്റ് പദ്ധതികൾ എന്തെങ്കിലും അദ്ദേഹം അങ്ങ് കണ്ടുവച്ചിട്ടുണ്ടോ? യെസ് സർ, GST വരുന്നതോടുകൂടി ഈ അധിക വിഭവ സമാഹരണത്തിന് വേറെ നടപടികളൊന്നും സ്വീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് ഊർജിതമായി പിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭയപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എത്ര ഗുണകരമായിട്ടുള്ള നികുതിയാണെങ്കിലും 1-ാം വർഷം പുതിയ നികുതി നടപ്പാക്കിയല്ലേ, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ ടാർഗറ്റിലൊന്നും എത്തൂല. എത്തായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10 വർഷത്തെ ശരാശരിയാണ് നഷ്ടപരിഹാരത്തിനുള്ള വളർച്ചാ നിരക്കായി കണക്കാക്കിയിരുന്നെങ്കിൽ നമുക്കൊരു 19% കിട്ടിയാൽ ട്രെൻഡ് ഗ്രോത്ത് ഫിറ്റ് ചെയ്താൽ പോലും. പക്ഷെ അതിന് പകരം തൊട്ടു മുമ്പുള്ള 5 വർഷത്തെ ശരാശരിയാകുമ്പോൾ നമ്മൾ 14% ചുരുങ്ങും. കേന്ദ്ര സർക്കാർ തൊട്ടു മുമ്പുള്ള 3 വർഷം എടുത്തത്, അപ്പോൾ 10% വരത്തുള്ളൂ.
അപ്പോൾ അടുത്ത വർഷം നമ്മൾ കാല് തെറ്റിയാലും നഷ്ടപരിഹാരത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്താൻ പറ്റത്തില്ല. ഇതാണ് നേരിടുന്ന വൈഷമ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് GSTക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിക്കുകയും നഷ്ടപരിഹാരത്തിന് അപ്പുറത്തേക്ക് നികുതി പിരിക്കാനുള്ള ശ്രമം നടത്തുകയും വേണം. ശ്രീ അനിൽ അക്കരെ. സർ, ഈ നികുതി പിരിവ് ഊർജിതപ്പെടുത്തുന്നതനുസരിച്ച് അഴിമതിയും ഊർജിതമായി വരുന്നുണ്ട് സാർ, ഊർജിതപ്പെടുന്നുണ്ട് സാർ. അപ്പം അതിനകത്ത് ഈ സെയിൽ ടാക്സ് ഓഫീസുകളിൽ CCTV ക്യാമറകളും അതുപോലെ തന്നെ എൻട്രൻസിലേക്ക് കടക്കുന്ന ഗേറ്റിൽ വാഹനം കടക്കുമ്പോൾ തന്നെ കാണുന്നതിന് വേണ്ടിയുള്ള CCTV ക്യാമറകളും, ആ ക്യാമറകളുടെ സ്ക്രീൻ വിജിലൻസ് ഓഫീസുകൾ വെച്ചാൽ ഇത്തരത്തിലുള്ള അഴിമതി തടയാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾ കടന്നു വരുമ്പോൾ എക്സൈസ് അതുപോലെ തന്നെ സെയിൽ ടാക്സ്, ഫോറസ്റ്റ് തുടങ്ങിയ മുഴുവൻ സ്ഥലങ്ങളിലും ഈ വണ്ടികളുടെ ഡ്രൈവർമാർ ഇറങ്ങിച്ചെന്ന് ഒപ്പിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒപ്പിടുന്ന സമയത്ത് അവിടെ അവർക്ക് ശരിയായ രീതിയിലുള്ള ചെറിയ പാരിതോഷികം കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക്, ഗുഡ്സ് വെഹിക്കിളുകൾക്ക് പഞ്ചിങ് കാർഡ് ഏർപ്പെടുത്താൻ കഴിയും. സർ, അഴിമതി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ വിപുലമായി ചർച്ച ചെയ്ത് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഞാനത് ഇങ്ങനെ കുറ്റപ്പെടുത്തലിന് വേണ്ടിയിട്ടല്ല, കഴിഞ്ഞ 5 വർഷം കുത്തഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ കമ്മീഷണർമാരെടുത്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ കമ്മീഷൻ ഇരുന്നിട്ടില്ല സർ. സിവിൽ സപ്ലൈസിൻ്റെ കമ്മീഷനും ടാക്സിൻ്റെ കമ്മീഷനും ഒരാളായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഈ രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് വന്നിട്ടുള്ള ഒരുപാട് തെറ്റായ പ്രവണതകളുണ്ട്, തിരുത്താൻ പറ്റിയിട്ടുണ്ട് പൂർണ്ണമായിട്ടെന്ന് കരുതുന്നില്ല. ഏതായാലും 68 ഓഫീസർമാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏതായാലും 8 പേര് ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഈ അഴിമതി ഇല്ലാതാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊന്ന് കമ്പ്യൂട്ടറൈസേഷനാണ്. കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഫയലിങ്ങും ഈ മറ്റും സംവിധാനങ്ങൾ കൊണ്ടുവരാം, സിസ്റ്റം സ്ക്രൂട്ടിനി കൊണ്ടുവരാം. അപ്പോൾ സ്വേച്ഛാപരമായ നടപടികൾ എടുക്കുന്നതിന് തടയുക. ഇതുപോലെ തന്നെ CCTV ക്യാമറാസും മറ്റും വെച്ച് നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ കാര്യങ്ങൾ ചെയ്യുക. ഇത് പഞ്ചിങ് സമ്പ്രദായത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞ നിർദ്ദേശം നിശ്ചയമായിട്ടും അതും ആലോചിക്കുന്നതാണ്. ശ്രീ മുരളി പെരുന്നെല്ലി. ഈ കേന്ദ്ര നികുതി വിഹിതം കൂടി സംസ്ഥാനം പിരിച്ചു നൽകേണ്ട ബാധ്യത ഈ സംവിധാനത്തിൽ വരുന്നുണ്ടോ? അത്തരമൊരു സംവിധാനം ആണ് എങ്കിൽ ഈ വാണിജ്യ നികുതി വകുപ്പിൻ്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തേണ്ടി വരില്ലേ? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനയുണ്ട്? ഈ GST സംവിധാനത്തിൽ കേന്ദ്ര നികുതി കൂടി സംസ്ഥാനം പിരിച്ചു നൽകേണ്ട ബാധ്യത വരുന്നുണ്ടോ എങ്കിൽ നമ്മുടെ വാണിജ്യ നികുതി വകുപ്പിൻ്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ? സർ, നമ്മുടെ വാണിജ്യ നികുതി വകുപ്പിൻ്റെ ഘടനയിൽ സാരമായ മാറ്റങ്ങൾ വേണ്ടിവരും. ഇപ്പോൾ ആരേത് നികുതി പിരിക്കണമെന്ന് പൂർണ്ണമായി തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം കൃത്യമായി തീരുമാനിച്ചിട്ടുള്ളത് IGST, അന്തർ സംസ്ഥാന വ്യാപാരം കേന്ദ്രമായിരിക്കും പിരിക്കാം. കേരളം എടുത്തിട്ടുള്ള നിലപാട് 1.5 കോടി രൂപയേക്കാൾ ടേൺ ഓവർ കുറഞ്ഞിട്ടുള്ള സർവീസസും ചരക്കുകളുടെയും നികുതി പൂർണ്ണമായിട്ട് സംസ്ഥാനം പിരിക്കുകയും കേന്ദ്രത്തിന് നൽകുകയും ചെയ്യും. 1.5 കോടിയേക്കാൾ കൂടുതൽ ടേൺ ഓവറുള്ള ഡീലേഴ്സിൻ്റെ നികുതി കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായിട്ട് ചില ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ പിരിക്കുന്ന രീതിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുനഃസംഘടന വേണ്ടി വരും. ഇതുവരെ സേവന നികുതി നമ്മൾ പിരിച്ചിട്ടില്ല. അപ്പോൾ ഇനി സേവന നികുതി പിരിക്കാനായിട്ട് നമ്മുടെ വിഭാഗം ജീവനക്കാരെ പുനർവിനിയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പുനഃസംഘടന ആവശ്യമായിട്ട് വരും. ശ്രീ എം വിൻസെൻ്റ്. സർ, ഏപ്രിൽ മാസത്തിൽ മൈനസായിരുന്നു. അതിൻ്റെ കാരണം ആ മാസത്തെ 300 കോടി രൂപ തലേ വർഷം എടുത്തു പോയത് കൊണ്ടാണ്. പിന്നീടുള്ള മാസങ്ങളിലൊന്നും മൈനസല്ല. എന്നാൽ അങ്ങ് ചോദിച്ച ജില്ല തിരിച്ചുള്ള കണക്ക് പിന്നീട് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ പറഞ്ഞത് വളരെ ശരിയാണ്. ലക്ഷ്യമിട്ടൻ്റെ പകുതി ഭേദഗതിയിൽ മാത്രമേ നികുതി വരുമാനം കൂടുന്നുള്ളൂ. ഇനിയുള്ള മാസങ്ങളിൽ തിരുത്താൻ കഴിഞ്ഞാൽ പോലും 19% ഒരു 15%-അപ്പുറത്തേക്ക് ഈ വർഷത്തെ നികുതി വരുമാനം കൂടത്തില്ല. അത്രയും സാമ്പത്തികമായ സമ്മർദ്ദം ട്രഷറിയുടെ മേൽ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. ശ്രീ VK മുഹമ്മദ് കോയ. സർ, നികുതി വരുമാനം കൂട്ടുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ
ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ പല സെൽ ടാക്സ് അസസ്മെൻറ്റും ഒരു കൃത്യതയില്ലാതെ പലപ്പോഴും പല ഓഫീസർമാർക്കും തോന്നുന്ന മാതിരി അസസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ അസസ്മെൻറ്റ് പലപ്പോഴും അത് അപ്പീലിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പീലിലേക്ക് എത്തിച്ചേരുമ്പം പലപ്പോഴും ഈ ഓഫീസർമാർ തന്നെ അപ്പീൽ അധികാരികളായിട്ട് ഇരിക്കുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ ഇത് ഒരു കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു ഓംബുഡ്സ്മാൻ സംവിധാനം ഈ കാര്യത്തിൽ ഏർപ്പെടുത്തുമ്പോൾ ഗവൺമെൻറ് സർ, അത് ആലോചിക്കേണ്ടുന്നൊരു കാര്യമാണ്. നമ്മുടെ GSTയുടെ സംവിധാനത്തെ രൂപം നൽകുമ്പോൾ അപ്പോൾ നമുക്ക് അത് പരിഗണിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നികുതി വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് പിരിവ് ഊർജിതപ്പെടുത്താനുള്ള സമ്മർദ്ദം ഉണ്ടാവും. ആ സമ്മർദ്ദത്തിൽ തങ്ങളുടെ ഒരു ലക്ഷ്യം കോട്ട നിർവഹിച്ചെന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ പെനാൽറ്റി അടിച്ചു നൽകുക, പിന്നീട് അപ്പീലെല്ലാം നഷ്ടപ്പെടുക, സർക്കാർ വരുമാനം ഒട്ട് കൂടത്തുമില്ല, വ്യാപാരികൾക്ക് പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ അതാകെ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിസ്റ്റം സ്ക്രൂട്ടിനി കഴിഞ്ഞ മാസം മൂലം നിലവിൽ വന്നത്, അത് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വേച്ഛാപരമായ നടപടികൾ ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. ശ്രീ മഞ്ഞളാംകുഴി സർ, അങ്ങ് ബഡ്ജറ്റ് ചെയ്ത 20% ഇൻക്രീസാണ്, ഇപ്പോൾ പറയുന്നത് 15%. 15% ഉണ്ടാകാൻ തന്നെ വളരെ പ്രയാസമാണ്. കാരണം ഈ ഫൈനാൻഷ്യൽ മാന്ദ്യം, സാമ്പത്തിക മാന്ദ്യം എല്ലാ സ്ഥലത്തും വളരെ വലിയ രീതിയിലുണ്ട്, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ. ഏതായാലും എൻ്റെ ചോദ്യം സർ ഇതാണ്: സെയിൽസ് ടാക്സ് കളക്ഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൺസ്യൂമേഴ്സ് ബില്ല് ചോദിച്ച് വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബില്ലിംഗ് ഉള്ള വ്യാപാരികൾ അവരുടെ ബില്ലുകൾ തത്സമയം തന്നെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി നിയമം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം അങ്ങ് പറയുന്നത്. സർ, ഈ ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാർക്ക് ബില്ല് തന്നെ ഇല്ല. കമ്പ്യൂട്ടർ പോയിട്ട് സാധാരണ ഒരു ബില്ല് പോലും അവർ എഴുതി കൊടുക്കുന്നില്ല. സർ, അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കൺട്രോൾ ചെയ്യുക? അതുപോലെ തന്നെ നിയമനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കാം. സർ, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനം അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുന്നത്. പൊതുവിൽ പറഞ്ഞാൽ കേരളത്തിലെ വൻകിട വ്യാപാരികളെല്ലാം കമ്പ്യൂട്ടർ ബില്ലിങ്ങിലോട്ട് പോയിട്ടുണ്ട്. ചെറിയ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യവും കൂടിയേ ഉള്ളൂ. ഓരോ ബില്ല് എഴുതുമ്പോഴും അപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ. ഇന്നിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ് ബില്ലിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു ഭാഗം മാത്രമേ സർക്കാരിനുള്ള കണക്കിലേക്ക് വരുള്ളൂ, ബാക്കി വേറെ വഴിക്ക് പോകും. ഇത് വരുന്നതോടുകൂടി അത് സാധ്യമല്ലാതായി തീരുമെന്നാണ്. അതെ, ഞങ്ങൾ തന്നെ ഒരു കേസ് പിടിക്കുകയുണ്ടായി. അപ്പോൾ 50-50 50 സർക്കാരിനും 50 ബില്ലുകൾ അവർക്കും. അപ്പോൾ ആ നില നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അതിന് ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിയമനിർമ്മാണം തന്നെ നടത്താൻ പോകുന്നത്. ഡൽഹി സർക്കാരും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് അവർ പറയുകയുണ്ടായി. ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഈ മാന്ദ്യം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ റെമിറ്റൻസ് കുറഞ്ഞത് വലുതായിട്ട് ഉപഭോഗത്തെ ബാധിച്ചിട്ടുണ്ട്, ഒരു പേടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നികുതി ചോർച്ച ഗണ്യമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത മാത്രമാണ്. ആ ചോർച്ച നമുക്ക് തടയാൻ കഴിഞ്ഞാൽ നികുതി വരുമാനം സ്വാഭാവികമായിട്ട് വരും. അതിനുള്ള യജ്ഞത്തിലാണ്. ഉദാഹരണത്തിന് അപ്പീലിൽ ഏതാണ്ട് 4000 കോടി രൂപ കിടക്കുന്നത്, അത് ഒരു കൂടുതൽ അപ്പീൽ കോർട്ടുകൾ ഉണ്ടാക്കുകയും എത്രയും പെട്ടെന്ന് തീർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനമോ 2000 കോടി രൂപയുള്ള ഹൈക്കോടതി കിടപ്പുണ്ട്. ഒരു സ്പെഷ്യൽ ടാക്സ് ബെഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് വേഗം പിരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള നടപടികളിലൂടെയാണ് വരുമാനം ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ കെ കൃഷ്ണൻകുട്ടി. വാളയാർ ചെക്ക് പോസ്റ്റിൽ കൂടെ വലിയ വണ്ടികൾ പോകുന്നതിന് പകരം അതിപ്പോൾ വേലാന്താവളം, ഗോപാലപുരം വഴിക്ക് ഇപ്പോൾ വരുന്ന കണ്ടെയ്നർ വണ്ടികൾ സർ വാളയാർ ചെക്ക് പോസ്റ്റിൽ കൂടെ പോകുന്നില്ല. അത് ബഹുമാനപ്പെട്ട അത് വലിയ മറ്റേ ടാക്സിൻ്റെ വെട്ടിപ്പാണ് എന്നുള്ളത്. അതേപോലെ ഊട് വഴികൾ ഇഷ്ടം പോലെ ഉണ്ട് സർ ആ ബോർഡർ അതിർത്തിയിൽ. അവിടെയെല്ലാം എന്ത് സംവിധാനമാണ് ഏർപ്പെടുത്താൻ പോകുന്നത്? അതോടൊപ്പം തന്നെ സർ വേറൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ കൃഷിക്കാരനെ സഹായിക്കാൻ വേണ്ടി സർ വെളിച്ചെണ്ണയിൽ ടാക്സ് ചുമത്തി അത് നാളികേര സംഭരണത്തിന് വേണ്ടി വെക്കുന്നു പറയും. അതിൽ ഫാക്റ്റിൽ വന്നു. അതേപോലെ ഷുഗറിൽ ഏറ്റവും കൂടുതലുള്ള ശീതളപാനീയങ്ങൾ ഇതിലൊക്കെ ഇനി ടാക്സ് ചുമത്തി അതിൻ്റെ ഉപയോഗം കൃഷിക്കാർക്ക് കൂടി കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം ചെയ്യാൻ ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരത്തിൽ ഈ GST വന്നതോടുകൂടി സാധിക്കുമോ അല്ലേ? സർ, GST വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫാറ്റ് ടാക്സ്, റോഡ് ടാക്സിലൊക്കെ നിർത്താൻ നമ്മൾ ബുദ്ധിമുട്ടും. നല്ല വിവേചനാധികാരം നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. എങ്കിലും GSTയിൽ തന്നെ ഇതെല്ലാം ഉൾച്ചേർക്കുന്നതിനുള്ള പരിശ്രമം നടത്തി വരികയാണ്. അങ്ങ് വാളയാർ ചെക്ക് പോസ്റ്റ് നിരയെക്കുറിച്ച് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്.
ഇതൊരു മാഫിയ സംഘങ്ങൾ വളർന്നിരിക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരുടെ പണി എസ്കോട്ട് പോലാണ്, ഊടുവഴികളുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു കുടുംബം അടക്കം ഒന്നടങ്കം വന്നിരുന്നു. ഒരു സംഘം അറിയാമായിരിക്കും, ഗോവിന്ദപുരത്താണ്. അവർക്ക് 40-40 ഏക്കർ ഭൂമിയുണ്ട്. അതിലൂടെ ബലം പ്രയോഗിച്ച് ഊടുവഴി വിട്ടിരിക്കുക. ആ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗുണ്ടാ സംഘമല്ല. ഈ തരത്തിലേക്ക് അത് അധപതിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഊടുവഴികളെന്ന് പറയുന്നിടത്തെല്ലാം CCTV ക്യാമറ വെക്കാം. അതിലൂടെ ഒന്നൊരു വാഹനം പോകാൻ പാടില്ല എന്ന് ഉത്തരവിറക്കാം. പിന്നീട് അത് പോയി കഴിഞ്ഞാൽ അപ്പം കടന്നു പോകാനും പിന്നീട് അവരെ പിടിക്കുക, ശിക്ഷിക്കുക, ഇങ്ങനെയുള്ള പല നടപടികളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ KC ജോസഫ്. സർ, അങ്ങ് 2 വട്ടം പറയുകയുണ്ടായി കഴിഞ്ഞ 5 കൊല്ലക്കാലം നികുതി ഘടന ആകെ തകർന്നെന്ന്. പക്ഷേ അങ്ങയുടെ കാലത്തും ഞങ്ങളുടെ കാലത്തും ഒരേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ വകുപ്പ് തലപ്പത്തിരിക്കുന്നത്, മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എൻ്റെ ചോദ്യം, ഈ GST നിയമം പാസ്സാകുന്നതിന് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി കൈക്കൊണ്ട സമീപനത്തിൽ നിന്ന് വലിയ മാറ്റം ഇപ്പോൾ കാണുന്നുണ്ട്. നിയമം പാർലമെൻറ്റ് പാസ്സാക്കി, സംസ്ഥാന നിയമസഭകൾ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഷ മാറി, ടോൺ മാറി. അങ്ങ് തന്നെ കേന്ദ്രമന്ത്രി വിളിച്ചു കൂട്ടിയ ധനകാര്യമന്ത്രി കോൺഫറൻസിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച വാർത്ത വായിക്കാനിടയായി. എന്തെല്ലാം കാര്യങ്ങളിലാണ് കേരളം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? അക്കാര്യത്തിൽ ഇപ്പോൾ എന്താണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം വ്യക്തമാക്കാവും? ഇതിൻ്റെ നടപടിക്രമങ്ങൾ, രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏകണ്ഠമായിട്ടുള്ള യോജിപ്പെത്തി. നികുതി ഘടനയിൽ ആഡംബര വസ്തുക്കൾക്ക് കൂടുതൽ നികുതി വേണം, ആവശ്യ വസ്തു കുറയ്ക്കണം എന്നുള്ള നിലപാട് നമ്മൾ കർശനമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട തർക്ക വിഷയം. രണ്ടാമത്തേത്, നഷ്ടപരിഹാരം നൽകണം. ഈ നഷ്ടപരിഹാര തുക എവിടെ നിന്ന് കണ്ടെത്തും? ഇതിന് കേന്ദ്രം പറയുന്നത് GSTയുടെ മേലൊരു സെസ് ചുമത്തി, പ്രത്യേകിച്ച് അപ്പർ റേറ്റുള്ള ഉൽപ്പന്നങ്ങൾ സെസ് ചുമത്തി പണം സമാഹരിക്കാം, അത് തരാം. അതിനെ കേരളം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. പിന്നെ കേന്ദ്രത്തിന് സെസ് പിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആഡംബര വസ്തുക്കളുടെ നികുതി താത്തി വെച്ചിരിക്കുകയാണ്. അത് സ്വീകാര്യം. നമ്മുടെ ചെലവിൽ തന്നെ നഷ്ടപരിഹാരം തരുന്ന ഏർപ്പാട് പാടില്ല. ഇതാണ് ഈ തർക്കത്തിലാണ് കഴിഞ്ഞ കൗൺസിൽ തീരുമാനമെടുക്കാതെ പിരിയേണ്ടി വന്നു. മൂന്നാമത്തത്, കേന്ദ്രത്തെ നിലപാട് സർവീസ് മുഴുവൻ അവർ ഇന്നത്തെ പോലെ തന്നെ കൈകാര്യം ചെയ്യും. എന്നാൽ ചരക്കുകളുടെ മേൽ 1.5 കോടിയിൽ താഴെയുള്ളത് മാത്രം സംസ്ഥാനം മതി, മറ്റത് ജോയിൻ്റ് ആയിട്ടാവാം. ഏതായാലും നമ്മൾ വ്യത്യസ്തമായ നിലപാട് തിരിക്കുകയാണ്. 1.5 കോടി ടേൺ ഓവർ, എക്സൈസിൻ്റെ ത്രഷോൾഡ് ലിമിറ്റാണ് 1.5 കോടി. 1.5 കോടി താഴെ ടേൺ ഓവറുള്ള സർവീസ് ദായകരാവട്ടെ അല്ല ഗുഡ്സ് ഡീലേഴ്സ് ആവട്ടെ പൂർണ്ണമായിട്ടും സംസ്ഥാനമായിരിക്കാം പിരിക്കുക. അതിന് മൂടിൽ മാത്രമേ കേന്ദ്രം വരാൻ പോകുള്ളൂ. ഈ 3 കാര്യങ്ങളിലാണ് തർക്കം നടക്കുന്നത്. ഇതിലൊരു ഒത്തീർപ്പ് 4 ദിവസ സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീമതി വീണ ജോർജ്. സർ, ശ്രീ KC ജോസഫ് പറഞ്ഞത് ശരിയാണ്. കാരണം ഒരേ ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷേ 2006 മുതൽ 2011 വരെ LDF കേരളം ഭരിച്ചപ്പോൾ നികുതി പിരിവ് ഊർജിതമായിരുന്നു. എന്നാൽ 2011-2016 ആയപ്പോഴേക്കും താളം തെറ്റി എന്നുള്ളതാണ്. ഇവിടെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ച കാര്യം, അടുത്ത പാദത്തിൽ ഇപ്പോൾ 19.39% അടുത്ത പാദത്തിൽ അത് 15% കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ നികുതി പിരിവിനുള്ള നടപടികൾ ഊർജിതമാക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറൈസേഷനും ക്യാമറ സ്ഥാപിക്കലും പോലെയുള്ള പണം കൂടുതൽ ചെലവാകേണ്ടി വരുന്ന മാർഗങ്ങളാണ് അവ. ഏത് രീതിയിൽ ഈ ധനസമാഹരണം, നികുതി പിരിവ് ഊർജിതമാക്കാനാണ് ആലോചിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് സിസ്റ്റം സ്ക്രൂട്ടിനിയാണ്. സമർപ്പിക്കുന്ന റിട്ടേണുകൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് അതിൻ്റെ ശരി തെറ്റ് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ മൊത്തം സമർപ്പിക്കുന്ന റിട്ടേണുകളുടെ 10% പോലും അങ്ങനെ മാനുവലായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നില്ല. അതിന് പകരം നമുക്ക് എല്ലാ വ്യാപാരികളുടെയും ഒരു 5 വർഷത്തെയെങ്കിലും റിട്ടേണുകൾ കമ്പ്യൂട്ടറിലുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടറിനെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടർ തന്നെ പരിശോധിക്കും. ഒന്ന്, ഈ റിട്ടേണിലുള്ള ഉള്ളിലുള്ള പൊരുത്തക്കേടുകൾ. 2, ഇയാളുടെ തന്നെ മുൻ വർഷങ്ങളിലെ സ്റ്റേറ്റ്മെൻറ്റോട്ടുള്ള പൊരുത്തക്കേടുകൾ. 3,
ഈ റിട്ടേണും മറ്റ് റിട്ടേണുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഇത് കമ്പ്യൂട്ടർ തന്നെ പരിശോധിച്ച് സ്ക്രൂട്ടിനി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ടീത്തിങ് ട്രബിൾസ് ഉണ്ട്. അത് കഴിഞ്ഞ മാസം റോൾ ഔട്ട് ചെയ്തെങ്കിലും അത് പ്രവർത്തിപ്പിച്ച് പിന്നെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് ഇനിയും ചിലപ്പോൾ 1-2 മാസം വേണ്ടി വരും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. രണ്ടാമത്തേത് ബില്ല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ ബില്ല് ഓട്ടോമാറ്റിക് അപ്ലോഡ് ചെയ്ത് പരിശോധിക്കുന്നതിനുള്ള ഏർപ്പാട്. മൂന്നാമത്തേത് ഇന്ന് പെൻഡിങ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അപ്പീല് കേസുകളൊക്കെ തീർക്കാം. ഒരുപക്ഷെ അടുത്ത നിയമസഭ അടുത്ത വാർഷിക ബഡ്ജറ്റിൽ ഈ GST വരുമ്പോൾ ഈ പഴയ കേസുമ്പോൾ കെട്ടിപ്പിടിഞ്ഞ് കിടക്കാൻ പാടില്ല. അതൊക്കെ എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റൂ എന്നുള്ളത് സംബന്ധിച്ചുള്ള അമ്നിസ്റ്റി സ്കീമുകളെ കുറിച്ചും നമ്മൾ ആലോചിക്കുന്നത്. യെസ്, ചോദ്യം നമ്പർ 482 ശ്രീ KJ മാക്സി, ബഹുമാനപ്പെട്ട സഹകരണവും വിനോദസഞ്ചാരവും വകുപ്പ് മന്ത്രി. നിലവിൽ കാസർഗോഡ് ബേക്കൽ ബീച്ച് ക്യാമ്പ് എന്ന റിസോർട്ടിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച 30 കോട്ടേജുകളിൽ 6 എണ്ണം ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമായ കിറ്റ്കോ മുഖേന പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 24 എണ്ണം പൂർത്തീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നു. പുതുതായി മുഴപ്പിലങ്ങാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 3 സ്റ്റാർ നിലവാരത്തിലുള്ള ഹോട്ടലുകൾ, മൂന്നാറിൽ 5 സ്റ്റാർ പദവിയുള്ള മുന്തിയ ഹോട്ടൽ, പൊന്മുടിയിൽ 15 പുതിയ കോട്ടേജുകൾ എന്നിവ പണിയാൻ ഉദ്ദേശിക്കുന്നു. നിലവിൽ പ്രീമിയം സെഗ്മെൻറ്റിൽ ലേക്ക് പാലസ്, ബോൾഗാട്ടി പാലസ്, ടീ കൗണ്ടി എന്നിവയും, മോട്ടൽ ആരാമുകളിൽ പുനലൂർ, കായംകുളം, കണ്ണൂർ, വടകര, കുറ്റിപ്പുറം, എരുമയൂർ എന്നിവയും, ടാമറൻറ്റ് ഹോട്ടലുകളിൽ കൊല്ലം, തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, ഗുരുവായൂർ, മണ്ണാർക്കാട്, നിലമ്പൂർ എന്നിവയും, ബിയർ പാർലറുകളിൽ പൊൻകുന്നം ഒഴികെയുള്ള 10 എണ്ണവും ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ റെസ്റ്റോറൻറ്റ്, മ്യൂസിയം, തേക്കടിയിലെ ബോട്ടിംഗ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയും ലാഭത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ബി, ടാമറൻറ്റ് ഹോട്ടലുകൾക്കും മോട്ടലുകൾക്കും മാർക്കറ്റിൽ ഡിമാൻഡുണ്ട്. ഇവ തൃപ്തികരമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. മോട്ടലുകളും ടാമറൻറ്റ് ഹോട്ടലുകളും നവീകരിക്കുന്ന സംബന്ധിച്ച് നിലവിൽ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല. സി, നിലവിൽ കാസർഗോഡ് ബേക്കൽ ബീച്ച് ക്യാമ്പ് എന്ന റിസോർട്ടിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച 30 കോട്ടേജുകളിൽ ഗവൺമെൻറ് അംഗീകൃതമായ കിറ്റ്കോ എന്ന സ്ഥാപനം മുഖേന 6 എണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 24 എണ്ണം പൂർത്തീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നത് സംബന്ധിച്ച് അപാകതകളുണ്ടെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ പദ്ധതി സംബന്ധിച്ച് കിറ്റ്കോയുമായുള്ള കരാർ റദ്ദാക്കുകയും കിറ്റ്കോയ്ക്ക് അവരുടെ ബിൽ പ്രകാരം കൊടുക്കാൻ 30 ലക്ഷം രൂപ തടഞ്ഞു വയ്ക്കുകയും കിറ്റ്കോയോട് മേൽപ്പറഞ്ഞ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനയോഗ്യമാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കിറ്റ്കോയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടാത്തത് കാരണം KTDCയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മേൽപ്പറഞ്ഞ കോട്ടേജുകളുടെ അറ്റകുറ്റപ്പണികൾ കിറ്റ്കോയുടെ ചെലവിൽ പരിഹരിക്കുകയുണ്ടായി. ബേക്കൽ ബീച്ച് ക്യാമ്പിൻ്റെ നിർമ്മാണത്തിൽ ആരോപിക്കപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതാണ്. ഡി, 5/11/1993 ഒബ്രോയ് ഗ്രൂപ്പിന് കീഴിലുള്ള ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ലിമിറ്റഡ് കമ്പനിയും കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ചേർന്ന് ആരംഭിച്ച സംയുക്ത കമ്പനിയാണ് ഒബ്രോയ് കേരള ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ലിമിറ്റഡ്. എന്നാൽ 9/12/98 ടി ഉടമ്പടിയിൽ ഭേദഗതി വരുത്തുകയും KTDCയുടെ സ്ഥാനം ടൂറിസ്റ്റ് റിസോർട്ട് കേരള ലിമിറ്റഡിന് നൽകുകയും ചെയ്തു. ഈ പദ്ധതി നടപ്പിലാക്കുവാൻ സാധിക്കാത്തതിനാൽ ഹോട്ടൽ സ്ഥാപിക്കുന്നതിനായി തേക്കടിയിൽ വാങ്ങിയിട്ടുള്ള ഏകദേശം 10 ഏക്കറോളം സ്ഥലം വിൽക്കാൻ സംയുക്ത സംരംഭത്തിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിക്കുകയും പ്രസ്തുത സംരംഭത്തിലെ അവരവരുടെ മൂലധന നിക്ഷേപത്തിൻ്റെ അനുപാതത്തിൽ സ്ഥലവില വീതിക്കുന്നതിനായുള്ള പ്രപ്പോസൽ TRKL സർക്കാരിൻ്റെ അനുമതിക്കായി സമർപ്പിച്ചുവെങ്കിലും ആയതിൽ തീരുമാനം എടുത്തിട്ടില്ല. ശ്രീ KJ മാക്സി. സാർ, കൊച്ചി മുസ്ലസ് ബിനാല ഡിസംബർ 12 മുതൽ 3 മാസക്കാലത്തേക്ക് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, എറണാകുളം, ഡർബാഗാളിൽ നിന്ന് നടക്കുക 30-ലേറെ രാജ്യങ്ങളിൽ നിന്ന് 90ഓളം കലാകാരന്മാരുടെ കലാസൃഷ്ടികളാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. 2012 ഇത് ആരംഭിക്കുമ്പോൾ 3 ലക്ഷത്തോളം ടൂറിസ്റ്റുകളാണ് സഞ്ചാരികളാണ് അവിടെ എത്തിയത്. ഇത് 2014 കഴിഞ്ഞപ്പോൾ അത് 5 ലക്ഷമായി. ഈ വർഷം 10 ലക്ഷത്തിലേറെ അന്തർദേശീയ, ദേശീയ, ആഭ്യന്തര ടൂറിസ്റ്റുകൾ പങ്കെടുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ടൂറിസം രംഗത്ത് വന്നുണർവും അതുപോലെ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതയുമുള്ള ഈ സംരംഭത്തെ എങ്ങനെ സഹായിക്കാൻ കഴിയും? സർ, കൊച്ചി മുസ്ലിസ് ബിനാലെ ഏറെ ശ്രദ്ധേയമായ ഒരു ടൂറിസം ഉൽപ്പന്നമായി ഇന്ന് വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട് സാർ. ലോകത്തുള്ള വിശ്വോത്തര കലാസൃഷ്ടികളും കലാകാരന്മാരുമെല്ലാം പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ള നിലയ്ക്ക്
വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഏറെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന സംരംഭമാണ് കൊച്ചി മിസ്ട്രസ് ബിനാലെ. ഈ കാര്യം ടൂറിസം വകുപ്പും അവിടെ ബന്ധപ്പെട്ട സംഘടനകളും ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയും ഒക്കെ കൂടി ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത് സാർ. അതിനെ ടൂറിസം വകുപ്പാണ് പ്രധാനമായി സഹായിക്കുന്നത്. KTDC ആ കാര്യത്തിൽ പ്രത്യേകമായ സഹായത്തിന് ആലോചിച്ചിട്ടില്ല. ടൂറിസം വകുപ്പാണ് അതിൻ്റെ പ്രൊമോഷനും മറ്റുമായ കാര്യങ്ങളിൽ, മാർക്കറ്റിങ്ങിൽ ആതിഥേയത്വം വഹിക്കുന്നതിലെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ 5 വർഷക്കാലം KTDCയിൽ മാനദണ്ഡങ്ങളില്ലാതെ ഒരുപാട് പേരെ നിയമിച്ചത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത്? സർ, KTDCയിൽ 2485 പേരാണ് ഇപ്പോൾ ജീവനക്കാരായിട്ടുള്ളത്. ഈ 4-5 വർഷത്തിനുള്ളിൽ ഉണ്ടായ വർധനവ് 455. സ്ഥിരം ജീവനക്കാർ കുറയുകയും പുറംകരാറും ട്രെയിനീസും കൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ പുറംകരാർ ജീവനക്കാരെ നിയമിക്കാൻ വേണ്ടി കൃത്യമായ മാനദണ്ഡങ്ങളൊന്നും നിലവിലില്ല. അത് പ്രയോജനപ്പെടുത്തിയാണ് ഈ വർധനവുണ്ടായിട്ടുള്ളത്. ഈ വർധനവിൻ്റെ ഭാഗമായി KTDCയുടെ ചില ഹോട്ടലുകൾ അമിതമായ ഈ ഭാരം താങ്ങേണ്ടി വരുന്ന നഷ്ടത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾ സ്ഥിരമുള്ളവരെയും മറ്റിപ്പോൾ ട്രെയിനീസ് ഉൾപ്പെടെയുള്ള തൊഴിലാളികളെയും പുനർവിന്യസിച്ച് നഷ്ടത്തിലാകുന്ന യൂണിറ്റുകളെ ലാഭകരമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. അനധികൃതമായ ഈ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് ചിലത് പരിശോധിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീ TV രാജേഷ്. സർ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൂറിസം മേഖലയിലൂടെയാണ്. നമ്മുടെ ഈ മലബാർ, വളരെയധികം സാധ്യതയുള്ള മലബാറിൻ്റെ ടൂറിസം സാധ്യതകൾ ഇതുവരെയും നമുക്ക് ശരിയായ വിധം ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സർ, നമുക്ക് ആവശ്യം വലിയ ടൂറിസം പദ്ധതികളാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ കല്യാശ്ശേരിയിൽ ചൂട്ടാടെന്ന് പറയുന്ന ഒരു ടൂറിസം കേന്ദ്രമുണ്ട്. 1 വർഷം മുമ്പ് വികസിപ്പിച്ച ഒരു കേന്ദ്രമാണത്. ആകെ ഗവൺമെൻറ് തന്നത് 95 ലക്ഷം രൂപയാണ്. ഇപ്പോൾ DTPCക്ക് 1 വർഷം വാടകയായിട്ട് ലഭിക്കുന്നത് 13,93,000 രൂപയാണ്. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് 1 ലക്ഷത്തിലേറെ ആളുകൾ അവിടെ വന്നിരിക്കുന്നത്. നേരത്തെയൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ തൊട്ടടുത്ത ടൂറിസം ഡെസ്റ്റിനേക്ക് അവധികാലങ്ങളിൽ ഒഴുകിയെത്തുന്ന ഒരു പുതിയ അനുഭവം നമുക്കുണ്ടാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ജലാശയങ്ങളും അതുപോലെ കടൽത്തീരങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മലനിരകളും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളും ഒക്കെയുള്ള മലബാർ മേഖലയിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഗ്രീൻ കാർപ്പറ്റ് പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന നൽകുമോ? ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ സർക്യൂട്ട് ടൂറിസം പദ്ധതികൾ ആരംഭിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നു. സർ, ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ച പോലെ ടൂറിസം വികസനത്തിൻ്റെ സാധ്യതകളിൽ മലബാർ അവഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് കണ്ടാണ് ഈ ഗവൺമെൻറ് പുതിയ പദ്ധതികൾ തയ്യാറാക്കി വരുന്നത്. അതിൽ മലബാർ മേഖലയ്ക്ക് മുന്തിയ പരിഗണനകളാണ് സാർ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ധർമ്മടം തുരുത്തിൽ ഒരു അന്താരാഷ്ട്ര മറൈൻ അക്വേറിയം, മുഴുപ്പിലങ്ങാട് ഒരു അന്താരാഷ്ട്ര വാട്ടർ സ്പോർട്സ് കേന്ദ്രം,